ഇത് നമ്മുടെ അബ്യൂ ചെടിയാണ്. 3 കൊല്ലം മുമ്പ് നമ്മളിവിടെ ഒരു ഹോം ഗ്രൗണ്ടിൽ ഒരു തൈ വാങ്ങി വെച്ചതാണ്. പ്രാവശ്യം കുറേയധികം കായ ഉണ്ടായിട്ടുണ്ട്, കുറേ പറിച്ചു കഴിഞ്ഞു, ഇനി നിൽപ്പുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു 1.5 കൊല്ലം മുമ്പ് ഇതുപോലത്തെ ഒരു വലിയ കായ ഞാൻ പറിച്ചിട്ട് അതിൻ്റെ നന്നായിട്ട് പഴുത്ത കായ, ഇതൊക്കെ പറിക്കാനായതാണ്, കുറേ കിടപ്പുണ്ട്. പറിച്ചിട്ട് അത് കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കുരു ഒരു പരീക്ഷണാർത്ഥത്തിൽ ഞാനിവിടെ തൊട്ടടുത്ത് തന്നെ, ഈ മാങ്കോസ്റ്റിൻ 3 കൊല്ലം പ്രായമുള്ളതാണ്, അതിൻ്റെ അടുത്ത് വെറുതെ സ്ഥലം കുറവായിരുന്നു, എന്നാലിതാ ഇവിടെ ഞാനത് കുഴിച്ചിട്ടു. ആ മരത്തിൻ്റെ ചുവട്ടാണിത്. ഇവിടെ മറ്റേ ജിബൂട്ടി കാബ പൂക്കാനായി വരുന്നുണ്ട്, തൊട്ടടുത്തുണ്ട്. അതിനടുത്ത് വെറുതെ കുഴിച്ചിട്ടതാണ്. അതിൻ്റെ തിന്ന കുരു കുഴിച്ചിട്ടിട്ടുണ്ടായി. അതിലിതാ 1.5 കൊല്ലം കൊണ്ടൊരു കായ ഉണ്ടായത്, വലിയൊരു കായ. അതും നിപ്പിൾ അബ്യൂ എന്ന് പറയുന്ന ടൈപ്പിലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ വെനീസ്വലിയൻ ഫ്രൂട്ട് അബ്യൂവിൻ്റെ നമ്മൾ തൈ വാങ്ങേണ്ട കാര്യമില്ല. വലിയ ഫ്രൂട്ടിൻ്റെ നല്ല കായ എടുത്തിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാകും. പൈസ 10-500 രൂപ കൊടുത്ത് തൈ വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. അതാണ് വെറും 1.5 കൊല്ലം കൊണ്ട് നമുക്ക് ഇതേലിതാ ഫ്രൂട്ടും ഉണ്ടായിരിക്കുന്നു. അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്ക് നിറച്ചും ഫ്രൂട്ട് ഉണ്ടാകും. ആ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അബ്യൂവിൻ്റെ 500 രൂപയൊന്നും കൊടുത്ത് ഹോം ഗ്രൗണ്ടിൻ്റെ തൈയൊന്നും വാങ്ങേണ്ട കാര്യമില്ല. നല്ലത് ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന പഴത്തിൻ്റെ കുരു കുഴിച്ചിട്ടാൽ തന്നെ ഉണ്ടാവും. നല്ല വലിയ ഫ്രൂട്ടാണ് ഉണ്ടായേക്കുന്നത് കുരു കുഴിച്ചിട്ടിട്ട്. അപ്പം അത് പറയാൻ വേണ്ടി മാത്രമാണിത് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.